ഹായ് വെൽക്കം ടു അവർ ചാനൽ. നമ്മളൊരു അടിപൊളി പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ ഒന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം അതിൻ്റെ ഡൗ ഉണ്ടാക്കാം. മാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു സ്പൂൺ ഈസ്റ്റ് എടുക്കുക. ഇപ്പം നമ്മുടെ ബ്രൗൺ ഈസ്റ്റാണ്, അതുകൊണ്ട് ബ്രൗൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ പഞ്ചസാര ഇടുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് മാവ് പൊളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ടാണ്. മാവെന്ന് പറയുന്നത് നമ്മൾ മൈദയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കണം. നല്ല വാം വാട്ടറാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്, എന്നാലേ അത് ശരിക്കും പതഞ്ഞ് പൊങ്ങുകയുള്ളൂ, നല്ല ഫ്രോത്തി ആവുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം, ലേശം ചൂടുവെള്ളം ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് വൈറ്റ് കളർ ഈസ്റ്റ് ഉണ്ട്, അത് കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ആ ഒരു തരി ആയിട്ടുള്ളതൊക്കെ ഒന്ന് അലിയണം. അലിയുന്ന രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി അടച്ച് വെക്കണം. നമ്മളിത് കലക്കി കുറച്ച് നേരം വെച്ചിരിക്കണം, എന്നാലേ അത് ശരിക്കും പതയുള്ളൂ. ഇനി നമുക്ക് മൈദ സെറ്റ് ചെയ്യാം. ഒരു കുഴിയൻ പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള കപ്പിൽ 1.5 കപ്പ് മൈദ നമ്മൾ എടുക്കുകയാണ്. 1.5 കപ്പ് മൈദ എടുത്തതിന് ശേഷം നമുക്കത് അതിൽ ഉപ്പിടണം. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ 1.5 കപ്പ് മൈദ, ഏകദേശം 1.5 കപ്പ്. ഞാനൊരു ചെറിയ പിസയും ഒരു വലിയ പിസയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം വീട്ടിലെ ആളെണ്ണം അനുസരിച്ചാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അത്യാവശ്യം ഉപ്പിടുക. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പം നമ്മുടെ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നടുക്കൊരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഈസ്റ്റ് ഒഴിക്കാൻ പോവുകയാണ്. ആദ്യം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈസ്റ്റ് ഒഴിക്കാം. പിന്നെ ഒരു ചെറിയ ലേശം, അല്ലാതെ നമ്മൾ വലിയ കുഴിയൊന്നും കുഴിത്താൻ നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് സൈഡിലോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് അതിനകത്തോട്ട് പതഞ്ഞിരിക്കുന്ന ഈസ്റ്റും പഞ്ചസാരയും കൂടെ കലക്കിയത് അതിന് നടുക്കോട്ട് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് സൈഡിൽ നിന്നും ഈ മൈദയുടെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ ഇളക്കാൻ പോകുന്നത്, ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകുന്ന പോലെ, ഈസ്റ്റിൻ്റെ ആ മിക്സർ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകുന്ന പോലെ നമ്മളൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡവ് ഉണ്ടാക്കാൻ പോകുന്നത് ചൂടുവെള്ളത്തിലാണ്. അത് അത്യാവശ്യം നല്ല ചൂടുവെള്ളത്തിലെടുക്കണം. വെള്ളം കുറച്ച് ആഡ് ചെയ്ത് നമ്മൾ ഇളക്കാവുള്ളൂ. ഇല്ലെങ്കിൽ വെള്ളം അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്കറിയാൻ പറ്റത്തില്ല, വെള്ളം കൂടി പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ നമുക്കിനി വെള്ളം ഒഴിച്ച് ഇവനെ ഒന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ്. ചൂടുണ്ട്. അതിങ്ങനെ ഇട്ട് നമ്മൾ ഇളക്കി നല്ല കൺസിസ്റ്റൻസി ആയിട്ട് എടുക്കാം. ഇപ്പം നമ്മൾ എണ്ണ ഒഴിക്കുന്നില്ല. എണ്ണ നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് നല്ല ഉരുളയാക്കി നല്ല ഇലാസ്റ്റിസിറ്റി ഉള്ള ഉരുളയാക്കിയിട്ട് നമുക്ക് എണ്ണ ആ പാത്രത്തിലൊന്ന്, കുഴിയൻ പാത്രത്തിലൊന്ന് തേച്ച് നമുക്ക് വെച്ചിരുന്നാൽ മതി. അതിന് മുമ്പ് എണ്ണ നമ്മൾ മിക്സ് ചെയ്യേണ്ട. എണ്ണ മിക്സ് ചെയ്ത് നമുക്ക് ആ മാവിൻ്റെ ആ വലിച്ചിൽ ആ കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റ് കിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് ഇളക്കുക. അപ്പോൾ ഇത് ഇളക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കുഴച്ച് നല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് എണ്ണ അതിലൊന്ന് തടവിയിട്ട് ആ വെച്ചിരിക്കുന്ന പാത്രത്തിലും കൂടെ ഒന്ന് തടവി നമ്മളത് മാവൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു നനഞ്ഞ തുണി എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് വേണം വെക്കാൻ. ഇത് ശരിക്കും നമ്മളൊന്ന് ഫ്ലെക്സിബിളൊക്കെ ആണോ ഒക്കെ നോക്കിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു നനഞ്ഞ തുണി ഇട്ട് വെക്കാം. ഈ മാവ് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. ഒരു 45 മിനിറ്റ്, അരമണിക്കൂർ, 30 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ് വരെ ഈ മാവ് വെച്ചിരിക്കണം. അപ്പോൾ ഈ മാവ് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്സയുടെ ബേസ്. ഇപ്പം കണ്ടോ, നമ്മളൊരു 45 മിനിറ്റ് വെച്ചു. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുണിയൊക്കെ ഒന്ന് എടുത്തിട്ട് മാവൊന്ന് സെറ്റായോ നോക്കി നമുക്കൊന്നുകൂടെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. നമുക്ക് 2 പോർഷനായിട്ട് തിരിക്കാം. കാരണം ഒരു ചെറിയ പാനിലും ഒരു വലിയ പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ പാനിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനേക്കുള്ള മുറിച്ച് കണ്ടോ, ആ മാവിൻ്റെ ആ ഒരു ഇത് മാറിയുണ്ടോ, എന്ത് ഇതായിട്ടായിരിക്കും നോക്ക്.
അപ്പോൾ ഇനി നമ്മൾ പിസ്സ പാനിൽ വെക്കുമ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ക്യാപ്സിക്കം, ഉണ്ടമുളക്, തക്കാളി അരിഞ്ഞത്, സവാള, പിന്നെ ചില്ലി ഫ്ലേക്സ് കുറച്ചാണ് നമുക്ക് ഡെക്കറേഷൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. പിന്നെ ഷ്രെഡഡ് മൊസറല്ല ചീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഞാൻ ഒന്നുകൂടെ പറയാം. ക്യാപ്സിക്കം അരിഞ്ഞതുകൊണ്ട്, ഇത് പച്ചമുളക് ഇത്തിരി വലുതാണ്, തക്കാളി അരിഞ്ഞത്, സവാള കൊത്തി അരിഞ്ഞത്. ഈ പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഈ പേസ്റ്റിന് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ തക്കാളി, വെളുത്തുള്ളി, സവാള, പഞ്ചസാര, ഇത്തിരി ഉപ്പ്. ഇതെല്ലാം കൂടെ പാനിലിട്ടിട്ട്, എല്ലാം കൂടെ ഒരുമിച്ചല്ല ഇടുന്നത്. ആദ്യം പാനിൽ എണ്ണ ഒഴിച്ച് ഇട്ടതിന് ശേഷം ഈ ആദ്യം വെളുത്തുള്ളി അതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ കൂടെ പഞ്ചസാര ഉപ്പ് ഇട്ട് ലാസ്റ്റിൽ തക്കാളി ഇട്ട് നന്നായിട്ട് വയറ്റി ഉണ്ടാക്കിയ പേസ്റ്റാണത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഷ്രെഡഡ് മൊസറല്ല ചീസ്. ഇത് പേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പാൻ എടുത്ത് പാനിൽ നന്നായിട്ടൊന്ന് ബട്ടർ അപ്ലൈ ചെയ്യുക. ബട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെയ്യോ വെളിച്ചെണ്ണ എന്തായാലും മതി. നെയ്യാണെങ്കിൽ നമ്മുടെ ആ പിസ്സയുടെ ആ ബേസ്, നമ്മുടെ ആ എന്താ പറയുന്നത്, ബ്രെഡ് അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അല്പം ബട്ടർ അമക്കി കൊടുക്കുക. എന്നിട്ട് ആ ചെറിയ പീസ് മുറിച്ചത് നമ്മുടെ ആ ഉദ്ദേശിക്കുന്ന തവ, നമ്മളിപ്പോൾ തവയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓവനിലോ അങ്ങനെയൊന്നുമല്ല കുക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ തവയിൽ ഗ്യാസിൽ വെച്ചിട്ടാണ് പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ തവയിലേക്ക് നമ്മൾ ആ ഡോ എടുത്തിട്ട്, നമ്മളെടുത്ത് ആ മാവ് എടുത്തിട്ട് നമ്മൾ തവയെ വെച്ച് തന്നെ ഷേപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ്, ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തത്. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കണം. ആ മാവ് നമ്മുടെ അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കട്ടി ഈവൻ ആയിരിക്കണം. നമ്മളത് കല്ലിൽ വെച്ച് പരത്താനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകരുത്. ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജസ് ഒന്ന് ലൈറ്റായിട്ട് മടങ്ങിയിരിക്കുന്ന പോലെയും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം, സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊന്ന് നമുക്കൊന്ന് കണ്ടോ ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നമുക്ക് എന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫോർക്ക് കൊണ്ട് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കുത്തിയൊക്കെ വിടുക. കണ്ടാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ആകാം കേട്ടോ. ഇത് ജസ്റ്റ് എയർ സർക്കുലേഷൻ വേണം, നമുക്ക് ആ മുകളിലേക്ക് അതിൻ്റെ ആ ഒരു ഹീറ്റ് എത്തണം എന്നുള്ളൊരു പർപ്പസിലാണ് ഇങ്ങനെ കുത്തി വെക്കുന്നത്. ഞാൻ പിന്നെ കുത്തുമ്പോൾ ഒരു ഡെക്കറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനിലങ്ങ് കുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് കുത്തി കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി ആ റെഡ് കളർ പേസ്റ്റ്, നമ്മൾ ഉണ്ടാക്കിയ പേസ്റ്റ് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും മതി. എയർ സർക്കുലേഷൻ ഓവറായാലും പ്രശ്നമാണ്. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ ആ പിസ്സയുടെ ഇതിനകത്ത്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ആ പേസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇതിൽ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടതാണല്ലോ, തക്കാളി, വെളുത്തുള്ളി, സവാള അരിഞ്ഞത്, പഞ്ചസാര, ഉപ്പ്. ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കി അടുപ്പത്ത് വെച്ച് ഇളക്കി പേസ്റ്റാക്കി എടുത്ത സാധനമാണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം എല്ലായിടത്തും ഈവനായിട്ട് തേച്ചിട്ടുണ്ട്. നമ്മളെ സൈഡിലേക്ക് പൊങ്ങിയിരിക്കുന്ന ഭാഗത്തേക്ക് തേക്കേണ്ട ആവശ്യമില്ല, കാരണം അതതിൻ്റെ ആ ക്രസ്റ്റിൻ്റെ ആ ഔട്ട് സൈഡ് വരുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഷ്രെഡഡ് ചീസ്, മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം ആദ്യം. ഇത് ചീസ് നിങ്ങളിങ്ങനെ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ പുറത്തെടുത്ത് വെക്കാതെ നോക്കുക. നമ്മളിപ്പോൾ അത് പുറത്തെടുത്ത് വെച്ചതിൻ്റെയാണ് ചെറുതായിട്ട് കട്ടിയായിട്ട് പോയത്. അത് അങ്ങനെ തന്നെ ഞാൻ കിടക്കട്ടെ. അപ്പോൾ ആദ്യം ചീസ് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇടേണ്ടത് നോക്കാം അല്ലേ പൊന്ന. അപ്പോൾ ആദ്യം ചീസ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം ചീസ് ഇട്ടു. ഇനി ക്യാപ്സിക്കം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അല്ലേ. നമ്മൾ 2 പിസ്സ ഉണ്ടാക്കുന്നത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കി വെച്ചേക്കുന്നതാണ് ബാക്കി ക്യാപ്സിക്കം സാധനങ്ങളും. ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ ഇത്തിരി സവാള ഇടാം. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു 2 സവാള ഇപ്പോൾ ഇട്ടതല്ലേ, 2 ഉണ്ടമുളക് കൂടെ വെക്കാം. 2 ചെറിയ പീസ്. നല്ല എരിയുള്ള മുളകാണ് കേട്ടോ. ഇത് ജാലപ്പിനോസ് ആയിട്ട് അങ്ങനെ പിക്കിളായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് മുളകാണേ. അപ്പോൾ അത്രയും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വീണ്ടും ചീസ് ഷ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ചീസ് എടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസാണേ. മൊസറല്ല ചീസ് നന്നായിട്ട് ഷ്രെഡ് ചെയ്ത് എൻ്റെ മുകളിലേക്ക് ഇട്ടാണ്. കാരണം നമുക്ക് ഷ്രെഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ ഈ അടുക്കളയിലെ ചൂട് കാരണം അതങ്ങ് ഉരുകി അങ്ങ് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈവായിട്ട് തന്നെ ഷ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാണാനും ഭംഗി അതല്ലേ, ഇങ്ങനെ ഷ്രെഡ് ഇടുന്ന കാണുമ്പം നല്ല ഭംഗിയല്ലേ അല്ലേ പൊന്നെ കാണാൻ. വെളിയിലൊക്കെ ഇച്ചിരി പോകുന്നുണ്ട്, പക്ഷേ അത് തൂത്ത് കളഞ്ഞാൽ മതിയല്ലേ. കാണാൻ നല്ല രസമല്ലേ ഇങ്ങനെ ഇങ്ങനെ ചീസ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് കാണാൻ. ആ, അപ്പോൾ ഇത്രയും മതിയോടാ? കുറച്ചുകൂടെ ഇടണോ? ലേശം കൂടെ അല്ലേ? ഓക്കെ, സൈഡിലെല്ലാം കുറച്ചുകൂടെ ഇട്ടിട്ട് ഇത് പെട്ടെന്ന് കുക്കാവും കേട്ടോ. ഹാർഡ്ലി ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ സമയം മതി ഇത് നിങ്ങൾക്ക് പിസ്സ സെറ്റാകാൻ. പിസ്സയുടെ ബേസിൻ്റെ കട്ടി ഒരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ പിസ്സ വെക്കുകയാണ്. പിസ്സ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ അരികിൽ നമ്മൾ മടക്കി വെച്ചേക്കുന്നതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ ലൈറ്റായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പം സിമ്മിൽ വേണം തീ എപ്പോഴും വെക്കാൻ. തീ സിമ്മിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരടപ്പെടുത്ത് നമ്മളിതിൻ്റെ മുകൾ വശം അടച്ചു വെക്കുക. തീ കണ്ടില്ലേ, തീ ഇതിൽ കൂടുതൽ തീ വരാൻ പാടില്ല, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് തൊട്ട് 8 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ പിസ്സ റെഡിയാണ്. അപ്പം ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. എണ്ണ വേണ്ട, ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിയിൽ പോയി ഇങ്ങനെ അങ്ങനെ ചെറുതായിട്ടൊരു ചെറിയൊരു അടപ്പിലൂടെ എടുത്ത് സൈഡിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പിസ്സ അടച്ചു വെക്കുകയാണ്. ഇനിയിപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ റെഡിയായ പിസ്സ കാണിക്കാം. Thank you for watching our channel. Please subscribe. Bye.